എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 24-ാം തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര്. രാജ്യത്തെ 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതിയാണിത്, ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 നവംബർ 1 കൂടി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറുന്നത് ഏതാണ്? 2024 നവംബർ 1 കൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമായി മാറുന്നത് ഏതാണ്? കേരളമാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതും ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ലോകത്തെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. 4ാമത്തെ ചോദ്യം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എത്രാമത്തെയാണ്? 13ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി ഏതാണ്? അബുദാബിയാണ്. എവിടെയാണ്? അബുദാബി, ഓർത്തിരിക്കുക. നമ്മുടെ 5ാമത്തെ ചോദ്യം, ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ബ്രൗസ് സേഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വികസിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏത് സംസ്ഥാനമാണ്? കർണാടക. ഇവിടെ 6ാമത്തെ ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ്? ജനുവരി 24-നാണ്. നമ്മുടെ 7ാമത്തെ ചോദ്യം, ICCയുടെ 2020-ലെ 2023-ലെ ഏറ്റവും മികച്ച കളിക്കാരനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ICC 2020-ലെ ഏറ്റവും മികച്ച കളിക്കാരനെ 2023-ൽ തിരഞ്ഞെടുത്ത ആരെയാണ്? സൂര്യകുമാർ യാദവിനാണ്. ഓക്കെ. 8ാമത്തെ ചോദ്യം, BCCIയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? BCCIയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് രവി ശാസ്ത്രിക്കാണ്, ഓർത്തിരിക്കുക. നമ്മുടെ 9ാമത്തെ ചോദ്യം, ദേശീയ ബാലികാ ദിനം. ദേശീയ ബാലികാ ദിനം എന്നാണ്? ജനുവരി 24-ാണ്. ദേശീയ ബാലികാ ദിനം എന്നാണ്? ജനുവരി 24. നമ്മുടെ 10ാമത്തെ ചോദ്യം, മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഏകാരോഗ്യം പദ്ധതി. പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. LDCയുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുടെ ഡൗൺലോഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് വേണ്ടവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസിനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.